ഫൈൻ ആർട്സിൽ ഫസ്റ്റ് റാങ്ക് നേടിയ മിടുക്കനാണ്. എന്റെയും കൂടി നാട്ടുകാരനാണ്. വടക്കാഞ്ചേരിക്ക് അടുത്ത് എരുമപ്പെട്ടിക്കാരനാണ് സനൂജ്. നമസ്കാരം, ഞാൻ ജിഷ എലിസബത്ത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുത്തിവര എന്ന് പറയുന്ന ഒരു ആർട്ട് സ്കൂളിലാണ്. ഈ ആർട്ട് സ്കൂളിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഈ കുത്തിവര ആർട്ട് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായ വലിയൊരു ആർട്ടിസ്റ്റായ സനൂജിൻ്റെതാണ്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുത്തിവര എന്ന് പറയുന്ന ആർട്ട് ലേണിംഗ് സെൻറ്റർ. ഈ ആർട്ട് ലേണിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് എക്സ്റേ ജംഗ്ഷനിലെ വിജയ ഹോം അപ്ലയൻസിന്റെ എതിർവശത്തുള്ള ബിൽഡിങ്ങിലാണുള്ളത്. സനൂജ്, നമസ്കാരം. അപ്പൊ ഇതാണ് സനൂജ് ബേസിക്കലി തൃശ്ശൂർക്കാരനാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ ചേർത്തലയിൽ കുറച്ചു കാലമായിട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴക്കാരുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ട് ലേണിംഗ് സെന്ററുകളും സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ ആലപ്പുഴയിൽ അങ്ങനെ ഒരു എക്സ്ക്ലൂസീവായിട്ട് കുട്ടികളെ ആർട്ട് പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റർ ആരംഭിച്ച് മക്കൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. അത് നേരത്തെ ഓൺലൈനിലാണ് ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സനൂജ് അത് ഓഫ്ലൈനിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള മക്കൾക്കൊക്കെ വരാം, ഇരിക്കാം, പുസ്തകം വായിക്കാം, ചിത്രങ്ങൾ വരയ്ക്കാം, ക്ലേ ആർട്ടൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സനൂജ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. സനൂജ് നേരത്തെ ബാംഗ്ലൂരിലുള്ള വലിയ കമ്പനികളിലൊക്കെ, അതായത് പുറത്ത് മൾട്ടിനാഷണൽ കമ്പനികളിൽ അഡ്വർടൈസിങ് ഏജൻസികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആർട്ട് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഫൈൻ ആർട്സിൽ ഫസ്റ്റ് റാങ്ക് നേടിയ മിടുക്കനാണ്. എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെയും കൂടി നാട്ടുകാരനാണ്. വടക്കാഞ്ചേരിക്ക് അടുത്ത് എരുമപ്പെട്ടിക്കാരനാണ് സനൂജ്. ഇപ്പോൾ ചേർത്തലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. വരും. എന്താ പേര്? ധ്രുവ്. അതുലേ, എന്തിൻ്റെ വിശേഷങ്ങള്? നല്ല വിശേഷം. എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്ന് സ്കൂളിലൊന്നും പോയില്ല? ഇല്ല, ഇന്ന് ലീവാണോ? ഇന്ന് സ്കൂൾ അവധിയാണ് അല്ലേ, ബക്രീദായിട്ട്. അപ്പൊ ഇത് ഇവിടെ എന്താണ് കുത്തിവരല് പണി? എന്താണ് ചോട്ടാ ഭീമിനെ വരയ്ക്കണേ? അപ്പൊ ഇന്ന് സ്കൂളിലാഞ്ഞിട്ടും ഈ കുത്തിവരയിൽ വന്നിരിക്കണ കാര്യം എന്താണ്? ഇവിടെ വരാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എല്ലാ ദിവസവും വരാറുണ്ടോ? എല്ലാ ദിവസവും വരും. സ്കൂൾ വെക്കേഷൻ സമയത്ത് എപ്പോഴും വരാറുണ്ട്. അപ്പൊ ഇഷ്ടമാണോ ഇവിടെ വരാൻ, ചിത്രം വരയ്ക്കാൻ? പിന്നെ എന്തൊക്കെ ചെയ്യും വരയല്ലാതെ? പിന്നെ ക്ലേ ചെയ്യും, ക്രാഫ്റ്റ് ചെയ്യും, കളിക്കും. എന്തൊക്കെയാ കളിക്കണേ ഇവിടെ വന്നിട്ട്? ചെസ് കളിക്കും, പിന്നെ ലൂഡോയും എണിമെമ്പും, പിന്നെ ഫുട്ബോളും കളിക്കും. അതൊക്കെ കളിക്കും അല്ലേ? ഫുൾ ടൈം കളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല്. ആരാ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാല്? ആരാ? ധ്രുവിനോട് വിശേഷങ്ങൾ ചോദിച്ചാലോ? ഓക്കെ. ഹായ് ധ്രുവ് ഹരികൃഷ്ണൻ, എന്തിന്റെ വിശേഷങ്ങള്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഏത് സ്കൂളിലാണ്? സെന്റ് ജോസഫ് സ്കൂൾ, പട്ടണക്കാടാണോ പഠിക്കണേ? അത് ശരി. അപ്പൊ മാഷ വീടിന്റെ അടുത്താണല്ലോ. ഓട്ടോയാണോ പഠിക്കണേ? ഇത് നോക്കി വരയ്ക്കുകയാണോ? ഇതാണോ നോക്കി വരയ്ക്കുന്നത്? ഇത് മാഷിന്റെ ആണോ? ഇത് സാറിന്റെ നോക്കിയിട്ട് ഇവിടെ വരച്ച് ഭംഗിയായി വരച്ചിട്ടുണ്ടല്ലോ. നല്ല കൈവഴക്കുണ്ടല്ലോ. അപ്പൊ ധ്രുവ് എത്ര നാളായി ഇവിടെ വന്നു തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. വെക്കേഷൻ കാലത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ബക്രീദിന്റെ അവധിയായിട്ട് സ്കൂളിലൊന്നും പോവാതെ വീട്ടിലിരിക്കാതെ ഇങ്ങോട്ട് പോകുന്നു അല്ലേ? ഇവിടെ ഇഷ്ടമാണോ വരാൻ? ഇത് വീക്കെൻഡ് ക്ലാസ്സസ് ആണ്. അതുകൂടാതെ നമ്മൾ വീക്കെൻഡിന് വെയിറ്റ് ചെയ്യാതെ തന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് ചില കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ചിലപ്പോൾ പേരൻസ് രണ്ടുപേരും ജോലിക്ക് പോയിരിക്കായിരിക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആരെ ഹെൽപ്പ് ചെയ്യണം. ചില പേരൻസ് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതല്ലാത്തവർക്ക് കുട്ടികളെ ഇവിടെ കൊടുന്ന് ആക്കിയിട്ട് അല്ലെങ്കിൽ പോവാം. അതായത് അവരിവിടെ ഒരു സ്കൂൾ വിട്ട് ഒരു 4 മണിക്ക് ഇവിടെ എത്തിയാൽ പേരൻസ് വരണ വരെ ഇവിടെ ഇരിക്കാം. അത് മറ്റുള്ള ഡേ കെയർ പോലെ അവരെ നോക്കുക എന്നുള്ളതല്ല. അവർ വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്യുക, കളിക്കുകയായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ പഠിക്കുകയായിരിക്കാം. അതൊക്കെ ഇവർക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഇരുന്ന് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, കളിക്കണമെങ്കിൽ കളിക്കാം. അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട്, ഇപ്പോൾ ഹോംവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു അതും ഈ പറഞ്ഞ പോലെ മന്ത്ലി പ്ലാനും ഇപ്പോൾ മന്ത്ലി അല്ലാതെ ഇപ്പം ഇന്ന് കുട്ടിക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, പേരൻസ് ട്രാവലിംഗ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, ഇവിടെ കൊടുന്നാകാം. അങ്ങനെ ഒരു സ്കീം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ക്രിയേറ്റീവ് സ്പേസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ സീനിയർ സിറ്റിസിന് അവർക്കും പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ രാവിലെ വന്ന് ഉച്ചയ്ക്ക് വന്നിരിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരം വന്നിരിക്കാം.
അതുകൂടാതെ സീനിയർ സിറ്റിസൺ അല്ലാതെ ഇപ്പോൾ ജോലിക്കാർക്ക് തന്നെ അവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് അവരുടെ ജോലി ഇവിടെ വന്നിരുന്നിരിക്കാം. ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഓഫീസിൽ തന്നെ ഇരുന്ന് വരയ്ക്കണം ജോലി ചെയ്യണമെന്നില്ല, അവർക്ക് ഇവിടെ വന്നിരുന്ന് വരയ്ക്കാം. അവിടെ ഇരുന്ന് അവരുടെ ജോലി ചെയ്യാം, അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഒന്ന് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെ എന്തിനും പറ്റിയൊരു സ്പേസായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കുത്തിവരയുടെ ഒരു ലക്ഷ്യം. നമ്മളിത് പല സ്ഥലങ്ങളിലുണ്ട്, ഇപ്പോൾ കേരളത്തിന് പുറത്തും കൊച്ചിയിലും അല്ലെങ്കിൽ ബാംഗ്ലൂർ സിറ്റികളിലൊക്കെ ഉണ്ട്, മെട്രോ സിറ്റികളിൽ. അങ്ങനെ ഒരു കൾച്ചറാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാം, ബ്രൗൺ എടുത്തിട്ട് ഈ പെൻസിൽ ഈ ഔട്ട്ലൈൻ കൊടുത്തില്ലേ കണ്ടാ, അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് അതിനൊരു ബോഡിയൊക്കെ വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മള് കുത്തിവരയുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് നേരിട്ട് വരാം, കാണാം, സനൂജിനോട് സംസാരിക്കാം. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, എന്തൊക്കെ തരം ചിത്രരചനകളാണ്, എന്തൊക്കെ തരം ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്നിരുത്താം. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്കായിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓൺലൈനിലും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ സനൂജിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒപ്പം ഇവിടുത്തെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം, വിശേഷങ്ങൾ ചോദിച്ചറിയാം. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണലി എനിക്കൊരു അനുഭവം ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞിന് പരിസ്ഥിതി ദിനം, ശിശുദിനം തുടങ്ങിയ പ്രത്യേക വിശേഷാവസരങ്ങളൊക്കെ വരുമ്പോൾ സ്കൂളുകളിൽ അസൈൻമെൻറ്റ് കൊടുക്കാറുണ്ട് ഇല്ലേ? നിങ്ങൾക്കും അറിയാം, പാരൻസായി നിങ്ങൾക്കും അറിയാം. അപ്പോൾ അതൊക്കെ സ്കൂളിൽ ക്ലാസ്സിൽ ഭംഗിയായിട്ട് ചെയ്ത് നല്ല പേരും കയ്യടിയൊക്കെ കിട്ടി വരുമ്പോൾ എൻ്റെ മോൾക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മക്കൾക്കും ആ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഒരു പ്രത്യേകത, ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പേരൻസിന് എപ്പോഴാണ് ഇഷ്ടം അപ്പോഴാണ് ക്ലാസ്. അല്ലാതെ നമ്മൾ സാധാരണ ഡ്രോയിങ് ക്ലാസ്സൊക്കെ സാറ്റർഡേ ഇന്ന സമയം നമ്മൾ ഡ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന സമയത്താണ് ക്ലാസ്. നമ്മളങ്ങനെയല്ല, അവർക്ക് എപ്പോഴാണ് ക്ലാസ് വേണ്ടത് ആ സമയത്ത് നമ്മൾ റെഡിയാണ്. അത് മൺഡേ ടു സാറ്റർഡേ, സൺഡേസും ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ സാറ്റർഡേ ആണ്. ഇപ്പം ഇനി സൺഡേ അടുത്ത മാസം മുതൽ തുടങ്ങും. അവർ ഏത് ദിവസമാണ് ചൂസ് ചെയ്തത് ആ ദിവസം നമുക്ക് ക്ലാസ്സാണ്. അതും അവർ പറയുന്ന സമയത്തൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യും. ഒരു ആർട്ട് ഗാലറി സത്യം പറയുകയാണെങ്കിൽ ചേർത്തലയിലില്ല. അപ്പോൾ ഈ ഇപ്പോൾ വീക്കെൻഡ് വാട്ട് ഡു അല്ലെങ്കിൽ വീക്കെൻഡ് എന്ത് ചെയ്യുന്ന അറിയണ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ചിത്രങ്ങൾ കാണാം. ഇതിപ്പോൾ കുറച്ച് ചിത്രങ്ങളുണ്ട്, പക്ഷെ ഇത് കൂടാതെ നമുക്ക് കളക്ഷൻസ് ഉണ്ട്. അത് വന്നിട്ട് ഒരു ഗാലറിയിൽ എങ്ങനെയാണ് വരണം അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ചിത്രങ്ങൾ ആസ്വദിച്ചു പോവാം. കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളാണ്, വലിയ ചിത്രങ്ങൾ, കുഞ്ഞു ചിത്രങ്ങൾ, ഡൂഡിൽസൊക്കെയാണ്. അവർക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അത് വാങ്ങുകയും ചെയ്യാം. വളരെ ചെറിയൊരു തുകയേ ഉള്ളൂ. അങ്ങനെയുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങളും ഇവിടെ ഒരു എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ കണ്ട് ആസ്വദിച്ച് പോവാം. അതൊരു ഗാലറി സെറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് സനൂജിന്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സനൂജിന്റെ അടുത്ത്, സനൂജ് അപ്പൊ ശരി, ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ. സനൂജിന്റെ നേട്ടത്തിന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് ഇത്ര വലിയൊരു ഗുരുവിനെ ആക്സസ് ചെയ്യാന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ അനിയൻ നന്നായി ചിത്രം വരയ്ക്കുന്നയാളാണ്. പക്ഷെ അവന് നല്ലൊരു ഗുരുവിനെ കിട്ടിയിരുന്നെങ്കിൽ അവൻ എവിടെയോ എത്തിപ്പെടുമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാറുണ്ട്. അങ്ങനെ വലിയൊരു ഗുരുവാണ്. ആ ഗുരു വളരെ വിനയാന്വിതനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഗമയൊന്നും കാണാൻ പറ്റാത്തത്. അപ്പോൾ പക്ഷെ വലിയൊരു ഗുരുവാണ്. ആ ഗുരുവിൻ്റെ കീഴിൽ നമുക്ക് ചിത്രരചന അഭ്യസിക്കാൻ പറ്റുന്നുള്ള ഈ ഒരു വലിയൊരു അവസരം നിങ്ങൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ. താങ്ക് യു സോ മച്ച്.